നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന യുക്രൈൻ അംബാസഡർ ഒലക്സാണ്ടർ പോളിഷ്ചുക്ക് അറിയിച്ചിരിക്കുകയാണ്. സന്ദർശനത്തിനുള്ള തീയതികൾ അന്തിമമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇപ്പോൾ കുറെ കാലങ്ങളായിട്ട് യുക്രൈൻ റഷ്യ യുദ്ധം ഒരു തീരുമാനമാവാതെ കൂടുതൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്ത്യ സന്ദർശിക്കുന്നത്. പലപ്പോഴും ഇന്ത്യ അടക്കം ഇതിൽ ഇടപെടണം എന്നുള്ള ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം. ഇന്ത്യൻ പ്രധാനമന്ത്രി സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഇരുപക്ഷവും ഇതിനായി പ്രവർത്തിക്കുന്നു. പ്രസിഡന്റ് സെലൻസ്കി തീർച്ചയായും ഇന്ത്യയിൽ എത്തുമെന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധത്തിൽ ഇതൊരു വലിയ നേട്ടമായിരിക്കും. കൃത്യമായൊരു തീയതിയിൽ ഞങ്ങൾ യോജിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് യുക്രൈന്റെ ദേശീയ പതാക ദിനത്തിൽ ANAയോട് സംസാരിക്കവേ പൊളിഷുക്ക് പറഞ്ഞിരിക്കുന്നത്. മോസ്കോയുമായുള്ള ബന്ധം കാരണം ഇന്ത്യയെ സമാധാന ചർച്ചകളിൽ ഒരു പ്രധാന പങ്കാളിയായി യുക്രൈൻ കാണുന്നുവെന്നും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ കൂടുതൽ ഇന്ത്യൻ പങ്കാളിത്തം ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യക്കാരുമായുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ യുക്രൈനിലെ സമാധാന നിർമ്മാണ പ്രക്രിയയിൽ കൂടുതൽ ഇന്ത്യൻ പങ്കാളിത്തം തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് കീവിന്റെ സമാധാനപരമായ പരിഹാരത്തിനുള്ള കാഴ്ചപ്പാടുമായി യോജിക്കുന്നുവെന്നും പോളിഷ്ചുക്ക് പറഞ്ഞു. യുക്രൈനിൽ സമാധാനം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സമാധാനത്തെയും സംഭാഷണത്തെയും പിന്തുണയ്ക്കുന്നു. കൂടാതെ എല്ലാ പങ്കാളികളുമായും റഷ്യൻ ഫെഡറേഷനുമായും ചർച്ചകൾ നടത്തുന്നെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യ നിഷ്പക്ഷമല്ല, മറിച്ച് സമാധാനത്തിന്റെയും സംഭാഷണത്തിന്റെയും പക്ഷത്താണെന്നും പ്രധാനമന്ത്രി മോദിയുടെ മുൻ പരാമർശവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2023 മുതൽ ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ഭാവിയിലെ തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള സാധ്യതകൾ ഇരു രാജ്യങ്ങളും പര്യവേക്ഷണം ചെയ്യുന്നുണ്ടെന്നും അംബാസഡർ എടുത്തു പറഞ്ഞു. ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള ഭാവി തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്നെ വിശ്വസിക്കൂ, ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യ യുക്രൈനുമായി വളരെ തീവ്രമായി ഇടപെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് സെലൻസ്കിയും ഐക്യരാഷ്ട്രസഭയിൽ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശാലമായ നയതന്ത്ര ശ്രമങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെട്ട പോളിഷ്ചുക്ക് മോസ്കോയുടെ സമീപനത്തെയും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണയെയും ആശ്രയിച്ച് കീവ് ചർച്ചകൾക്ക് തുറന്നിരിക്കുമെന്നും പറഞ്ഞു. അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണക്കാരിൽ ഒന്നാണ്. അലാസ്ക യോഗത്തിന് ശേഷം ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് തന്റെ പ്രസിഡന്റ് വ്യക്തമായ സന്ദേശം അയച്ചെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ മുൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമാധാന ചർച്ചകൾക്കായി സെലൻസ്കി അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. മോസ്കോയുമായുള്ള ദീർഘകാല ബന്ധം കണക്കിലെടുത്ത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കുമെന്നും കീവ് പ്രതീക്ഷിക്കുന്നതായി പ്രതിനിധി പറഞ്ഞു. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലി സമ്മേളനത്തിലും ഈ വിഷയത്തിൽ പുരോഗതി കാണാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ആഴ്ച രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രസിഡന്റ് സെലൻസ്കി ആശംസകൾ നേർന്നു. ആഗോള സമാധാന ശ്രമങ്ങളിൽ പ്രത്യേകിച്ച് റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ രാജ്യം കൂടുതൽ സജീവമായ പങ്ക് വഹിക്കണമെന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസഡർ ശനിയാഴ്ച ആഹ്വാനം ചെയ്തു. മോസ്കോയുമായുള്ള ദീർഘകാല ബന്ധം കാരണം സാധ്യമായ സമാധാന ചർച്ചകളിൽ ന്യൂഡൽഹിയെ ഒരു പ്രധാന പങ്കാളിയായി കീവ് കാണുന്നുവെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞതായി ANA റിപ്പോർട്ട് ചെയ്തു. 2024 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി മോദി യുക്രൈൻ സന്ദർശിക്കുകയും ഒരു സുഹൃത്തെന്ന നിലയിൽ യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. യുക്രൈനുമായി ഇന്ത്യ അടുക്കുന്നതും പ്രധാനമന്ത്രി മോദി നേരിട്ട് സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും റഷ്യ ഇന്ത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. റഷ്യയുമായി വളരെ കാലമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയെ പരസ്യമായി തള്ളിപ്പറയാതെ സംഭാഷണങ്ങളിലൂടെ സമാധാനം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു നയമാണ് രൂപീകരിച്ചത്. എന്നാൽ സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം യുക്രൈനോട് ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ സൂചനയായി റഷ്യ കാണാൻ സാധ്യതയുണ്ട്.
എന്നിരുന്നാലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഈ സന്ദർശനം റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെയുള്ളതല്ലെന്നും നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇരു രാജ്യങ്ങളുമായി ഒരുപോലെ നല്ല ബന്ധം പുലർത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കത്തെ കാണുന്നത്. അതേസമയം യുദ്ധപരിഹാരത്തിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറായേക്കില്ല എന്ന സൂചനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നുണ്ട്. തന്റെ ഈ ഒരു വിഷയത്തിൽ 2 ആഴ്ചകൾക്കുള്ളിൽ തന്റെ ഭാഗത്തു നിന്ന് സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് റഷ്യ വിമുഖത കാട്ടുകയാണെങ്കിൽ ഭീമൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് ഭീഷണി ആവർത്തിച്ചു. വ്യാഴാഴ്ച യുക്രൈനിലുണ്ടായ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള ഒരു ഫാക്ടറിക്കും നാശനഷ്ടം സംഭവിച്ചിരുന്നു. പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. റഷ്യൻ ആക്രമണത്തിൽ താൻ അസന്തുഷ്ടനാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പുടിനെയും സെലൻസ്കിയെയും മുഖാമുഖം ചർച്ചയ്ക്ക് എത്തിക്കുക എന്നത് എണ്ണയും വിനാഗിരിയും കലർത്താൻ ശ്രമിക്കുന്നത് പോലെയാണെന്നും രണ്ടുപേരും ഒത്തുപോകുമെന്ന് തോന്നുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഈ മാസം 15-ന് പുടിനുമായും പിന്നാലെ സെലൻസ്കിയുമായും ട്രംപ് പ്രത്യേകം ചർച്ചകൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലല്ല, സ്ഥിരമായ സമാധാന കരാറാണ് വേണ്ടതെന്ന പുടിന്റെ ആവശ്യത്തെ ട്രംപ് അംഗീകരിച്ചിരുന്നു. സമാധാന കരാറിൽ യുക്രൈൻ ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ ഉണ്ടാകുമെന്നും ട്രംപ് സെലൻസ്കിക്ക് വാക്കും നൽകി. യുദ്ധപരിഹാരത്തിന് പുടിനുമായി നേരിട്ട് കൂടിക്കാഴ്ച വേണമെന്ന സെലൻസ്കിയുടെ ആവശ്യത്തോട് റഷ്യ അനുകൂലമല്ല. സെലൻസ്കിയുമായി പുടിൻ ഉടൻ കൂടിക്കാഴ്ച നടത്തില്ലെന്നും റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഇപ്പോൾ സെലൻസ്കി ഇന്ത്യയിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തും. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയാണ് അമേരിക്ക അടക്കം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. അതേസമയം ഇത് ഇന്ത്യ റഷ്യ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ ഉണ്ടാക്കുമോ എന്ന സംശയം കൂടി പല യുദ്ധവിദഗ്ധരടക്കം എടുത്ത് കാണിക്കുന്നുണ്ട്.